ആൾക്കാരുടെ മുഖത്തിൽ അവർ പറയാത്ത കാര്യങ്ങൾ അവർ വായിലിട്ടിട്ട് ഇവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിച്ച് അതിന് സത്യം സ്ഥാപിക്കുമ്പോഴേക്കും നഷ്ടം ചെയ്തു. എന്തായാലും കൂടുതൽ സാധ്യതകളുണ്ടാവും. അത് റിസ്ക് ഉണ്ട്. ഇതൊക്കെ ജോലികളായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുപോകാൻ സാധിക്കാത്ത ജോലികൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുപോകാൻ തുടങ്ങിക്കഴിഞ്ഞു. റോബോട്ടിക്സും മെഷീൻ ലേണിംഗും ഒക്കെ വന്ന കാരണം പല ജോലികൾ പോകുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷെ അതിനൊപ്പം പുതിയ ജോലികളും വരുമെന്ന് വിചാരിക്കാം. പക്ഷെ ചില ജോലികൾ ഒരിക്കലും മാറില്ല. മനുഷ്യന്റെ ബുദ്ധി, ബുദ്ധി മാത്രമല്ല, മനുഷ്യന്റെ ആ ഇമോഷണൽ ഇന്റലിജൻസ്, മനുഷ്യന്റെ കൈയിന്റെ ഒരു ടച്ച് ഉണ്ടല്ലോ, ആ തൊട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, സ്വാദിന്റെ കാര്യങ്ങൾ, ഇതെല്ലാം ഒരിക്കലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാറ്റാൻ സാധിക്കില്ല. പക്ഷെ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ചോദിക്കുമ്പോൾ ഒരു സംശയവുമില്ല. പലവരും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിക്ക് സെർച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ സമ്മതിച്ചു, ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന പകരം ഇപ്പോൾ ഗൂഗിൾ ജെമിനിയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരു വാക്ക് ഇട്ടിട്ട് 10 വെബ്സൈറ്റ് കിട്ടിയിട്ട് അതിനെയൊക്കെ നോക്കിയിട്ട് ഒരു പോയിന്റ് കണ്ടുപിടിക്കുന്ന പകരം മിണ്ടാണ്ട് ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം തന്നെ കിട്ടും നമുക്ക്. അതിൻ്റെ കാരണം അതൊരു ഉദാഹരണമാണ്. ചില കുട്ടികളെ ഞാൻ കേട്ടിരിക്കുന്നു, അവർ ഹോംവർക്കിൽ ഇപ്പോൾ AI-നാണ് ഉപയോഗിക്കുന്നത്. അത് ശരിയല്ല. കാരണം AI-നെ നമ്മൾക്ക് റിസർച്ചിന് വേണ്ടി ഉപയോഗിക്കുന്ന ഞാൻ തെറ്റ് കാണുന്നില്ല. കാരണം AI-ന് നമ്മളെക്കാട്ട് വേഗത്തിൽ ലക്ഷക്കണക്കിൻ്റെ സോഴ്സസ് നോക്കിയിട്ട് നമുക്ക് ഫാക്ട്സ് ഒക്കെ കൊണ്ടുവരാൻ സാധിക്കും. റിസർച്ചിന് വേണ്ടി ഉപയോഗിക്കാൻ നല്ലൊരു കാര്യമാണ്. പക്ഷേ നമ്മളുടെ മനസ്സിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ സമ്മതിച്ചാൽ, നമ്മളുടെ ചിന്ത, നമ്മളുടെ വിശ്വാസങ്ങൾ, നമ്മളുടെ ഐഡിയാസിന്റെ പകരം AI-ന് കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകം ഒരു സങ്കടമായിരിക്കും. നമ്മൾ തന്നെ നമ്മളുടെ പൊട്ടൻഷ്യലിനെ നമ്മൾ നശിപ്പിക്കുകയാണ്. നമ്മളുടെ ഒരു സ്റ്റണ്ടഡ് ഗ്രോത്ത് ആയിരിക്കും. നമ്മൾ ശരിക്ക് നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ വരെ എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് അതൊരു വലിയൊരു ഭയമുണ്ട്. അല്ലെങ്കിൽ പല കാര്യം AI ഇപ്പം ചെയ്യാൻ സാധിക്കും, പണ്ട് കാലം ചെയ്യാൻ സാധിക്കാത്ത പോലെ. ഇനി നമ്മുടെ സർക്കാരിലും എനിക്ക് തോന്നുന്നു നമ്മുടെ ഗവർണൻസ് AI ടൂൾസ് കൂടുതൽ ഓരോരോ കാര്യത്തെ കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കണം. അത് ക്ലിയറൻസസ് ആയ ശരി, റെഗുലേഷൻസ് ആയ ശരി, പല മാറ്റങ്ങൾ. ഞാനിപ്പോൾ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത്, നമ്മൾ സർക്കാരിലും AI-നെ കൂടുതൽ ഉപയോഗിച്ചിട്ട് ജനങ്ങളുടെ ജീവിതങ്ങളെ കുറച്ചും കൂടി എളുപ്പമാക്കണം. അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. പക്ഷെ അത് ചെയ്യാനുള്ള സാധ്യത ഉറപ്പമായിട്ട് കൂടുതൽ വരുന്നുണ്ട് AI മാർഗമായിട്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പല വിധത്തിലും ഗുണം ചെയ്യും. അതിൻ്റെ ഒപ്പം ചില മോശ കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്, ജോലികൾ നഷ്ടപ്പെടാൻ പോകുന്നുണ്ട്. പലവര് പണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ AI എളുപ്പത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ആൾക്കാരെ ആവശ്യമുണ്ടാവില്ല. നമ്മൾ ഒരു കാര്യം കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും. ഇന്നാള് എനിക്ക് നിവേദനം കിട്ടിയത് പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസിൻ്റെയാണ്. പോസ്റ്റ് ഓഫീസുകളൊക്കെ അടയ്ക്കാൻ തുടങ്ങി. എന്താ കാരണം? ഇമെയിൽ വന്ന ശേഷം, വാട്സാപ്പൊക്കെ വന്ന ശേഷം ആരും എഴുതി പോസ്റ്റ് ചെയ്യുന്നില്ല. ഈ പഴയ തലമുറ ഒഴിച്ചിട്ട് ബാക്കി ചില പോസ്റ്റ് ഓഫീസിലൊക്കെ പണ്ട് കാലത്തിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ 10% എഴുത്തേ പോകുന്നു. അപ്പോൾ സർക്കാർ തീരുമാനിച്ചു എന്തിനാണ് ഈ പോസ്റ്റ് ഓഫീസസ് നമ്മൾ ഇത്രയൊക്കെ വെക്കണത്, ചില പോസ്റ്റ് ഓഫീസിനെ അടച്ചിട്ട് അതിനെ മേർജ് ചെയ്യുക അടുത്ത പോസ്റ്റ് ഓഫീസിലൊക്കെ. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ വികസനം വരുമ്പോൾ അതിൻ്റെ ഒപ്പം ചില നഷ്ടങ്ങളും വരും ജനങ്ങളുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് അവരെ സംരക്ഷിക്കുക, അവർക്ക് പുതിയ സാധ്യതകൾ കണ്ടുപിടിക്കുക, കൊടുക്കുക. അഥവാ ഫോർ എക്സാമ്പിൾ വല്ല AI കമ്പ്യൂട്ടർ അസിസ്റ്റഡ് AI ഫെസിലിറ്റീസ് പോസ്റ്റ് ഓഫീസിനകത്ത് വെക്കാൻ സാധിക്കുമോ? ആൾക്കാർക്ക് വീട്ടിലിതെല്ലാം ഇല്ലാത്തവർ ഒരു പോസ്റ്റ് ഓഫീസ് വന്നിട്ട് AI-ൽ കയറാൻ സാധിക്കുമോ? എനിക്കറിയില്ല. പക്ഷെ നമ്മളിതൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഞാൻ കേട്ടത് ചില വെസ്റ്റേൺ രാജ്യങ്ങളിൽ പോസ്റ്റ് ഓഫീസിൽ വേറെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ചില പോസ്റ്റ് ഓഫീസിൽ ഇപ്പോൾ പാലും റൊട്ടിയും കൂടി വാങ്ങാൻ സാധിക്കുന്ന സ്ഥലങ്ങളായി മാറി വന്നിട്ടുണ്ട്, പാഴ്സൽ അയക്കുന്ന ഒപ്പം. അതുപോലെ നമ്മൾക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം വരും ഇന്ത്യയിൽ. പക്ഷേ ഗുണം ചെയ്യുന്ന ഒരു സംശയമില്ല. യു കാനോട്ട് റോൾ ബാക്ക് ദ ക്ലോക്ക്. ആദ്യം ഇമെയിൽ വന്നപ്പോൾ പോസ്റ്റ് ഓഫീസുകാരെ ഭയപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഇമെയിൽ വഴിക്ക് നമുക്ക് വേറെ എന്തൊക്കെയാണ് ഗുണങ്ങൾ കിട്ടിയിരിക്കുന്നത്. ആരെങ്കിലും ഇമെയിലിനെ അബോളിഷ് ചെയ്യണമെന്ന് പറയും. അതുപോലെ തന്നെയാണ്